മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രതലവന്മാർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട കേന്ദ്രമന്ത്രിസഭയിലെ അംഗങ്ങളാകുമെന്ന് ഉറപ്പുള്ള എംപിമാർ ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പുറപ്പെട്ടു കഴിഞ്ഞു. ഡൽഹിയിലേക്ക് 12:15 ഫ്ലൈറ്റിൽ കയറും. ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ബാലു, നേരത്തെ നമ്മൾ നിർമ്മലാ സീതാരാമന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അത് കഴിഞ്ഞും കുറെ പേർക്ക് കൂടി ക്ഷണം ലഭിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്. അവരാരൊക്കെയാണ്? ആര്യ, ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നവർ ഇവരാണ്. അതായത് അമിത്ഷാ, JP നഡ്ഡ, ശിവരാജ് സിംഗ് ചൌഹാൻ, ശോഭ കരന്തജലെ, രവനീത് ബിട്ടു, മനോഹർലാൽ ഖട്ടർ, ഹർദീപ് സിംഗ് പുരി, ജിതൻ പ്രസാദ്, അനുപ്രിയ പട്ടേൽ എന്നിവർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി കൂടിയായ ശിവരാജ് സിംഗ് ചൌഹാൻ അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. നിത്യാനന്ദ റായ് അതുപോലെ തന്നെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലെ അംഗമായിരുന്ന മൻസുഖ് മാണ്ഡവ്യ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലെത്തുന്ന നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, രക്ഷ കടക്സെ, രാംദാസ് അത്തവാലെ, പ്രതാപ് റാവു ജാദവ് എന്നിവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ അധികാരത്തിൽ മന്ത്രിമാരാകുന്നവരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40-ലധികം പേർക്കാണ് ഈ ചടങ്ങിലേക്ക്, അതായത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചായ സൽക്കാരത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. അവർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 11:45 ഈ ചായ സൽക്കാരം ആരംഭിക്കുന്നതായിരിക്കും. ഏതാണ്ട് 12:30 മണി വരെ ഈ ചായ സൽക്കാരം നീണ്ടു നിൽക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ചായ സൽക്കാരത്തിൽ വെച്ച് പ്രധാനമന്ത്രി ഈ നിയുക്ത മന്ത്രിമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് BJP വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചിരുന്നവരൊക്കെ തന്നെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി സ്ഥാനത്ത് നിന്നൊക്കെ നിർമ്മലാ സീതാരാമന് എന്ന അഭ്യൂഹങ്ങൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിർമ്മലാ സീതാരാമനെയും ഈ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് നിർമ്മലാ സീതാരാമനും ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. തമിഴ്നാട്ടിലെ BJP അധ്യക്ഷൻ K. അണ്ണാമലെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്ന് ആദ്യം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ച് ചില അവ്യക്തതകളുണ്ട്. എന്നാൽ അണ്ണാമലയും കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ അധികാരമേൽക്കുമെന്നാണ് പൊതുവെ ഈ BJP വൃത്തങ്ങളിൽ നിന്നും മറ്റും മനസ്സിലാകുന്നത്. അണ്ണാമലയുടെ കാര്യമാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പം സുരേഷ് ഗോപി 2 തവണ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടു, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും അതോടൊപ്പം തന്നെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴും. അപ്പൊ 2 തവണയും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധിയായി ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. തമിഴ്നാട്ടിൽ നമുക്കറിയാം BJPക്ക് സീറ്റൊന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ പക്ഷെ K. അണ്ണാമലയ്ക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിസഭയിൽ അണ്ണാമല ഉണ്ടാകും എന്ന സൂചനകൾ ഉണ്ടോ ബാലു? ആര്യ, അക്കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ഈ തമിഴ് മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഈ അണ്ണാമലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന വാർത്ത ഈ അണ്ണാമലയെ ഈ ചടങ്ങിൽ ഈ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ്. അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൽ ചുമതലയേൽക്കുമെന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരം. അണ്ണാമല ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടെന്നാനും അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി, അതായത് ഈ NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഡൽഹിയിലെത്തിയതാണ്. തുടർന്ന് അദ്ദേഹം ഡൽഹിയിൽ തന്നെ തങ്ങുകയുമായിരുന്നു. ഇന്ന് രാവിലെ കൂടി അദ്ദേഹത്തിനോട് അടുപ്പമുള്ള കേന്ദ്രങ്ങളിൽ അണ്ണാമലയ്ക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ക്ഷണം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെയും അണ്ണാമല പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതായത് ഈ അണ്ണാമലയുടെ സാന്നിധ്യം ഈ നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉള്ള ഒരു അവ്യക്തത അതോടുകൂടി ഉണ്ടാകുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമിഴ് മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് അണ്ണാമലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഈ അണ്ണാമലയെ നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ആര്യ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധിയായി താൻ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് പലതും നമ്മൾ വായിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. കാരണം അണ്ണാമലയുടെ കാര്യത്തിൽ അണ്ണാമല ഇതുവരെയും ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുക.